ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഇന്ന് പൂരക്കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളുടെ തട്ടത്തമ്മയായ പരിയാനംപറ്റമ്മയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഫൈനൽ ഡേ ആണിന്ന്. ഇന്നാണ് പരിയാനംപറ്റ പൂരം. അപ്പോൾ 2-3 ദിവസം മുൻപേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇൻട്രോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അന്നായിരുന്നു ഞങ്ങൾ അവിടെ അമ്പലത്തിൽ പോയി വന്ന് സന്ധ്യ നേരത്ത് ഇൻട്രോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? അന്ന് നമ്മൾ കാവിൽ പോയി വന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടുന്ന് എടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഇന്നത്തെ കുറച്ച് വീഡിയോസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പൂരം വ്ളോഗ്, പൂരം സ്പെഷ്യൽ വീഡിയോ ആണിത്. പരിയാനംപറ്റ പൂരം. അപ്പോൾ ഇവിടെ പരിയാനംപറ്റക്കാവിൻ്റെ കീഴടമായിട്ട് ആണ് നമ്മുടെ അയ്യപ്പൻകാവുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അയ്യപ്പൻകാവിൻ്റെ അവിടുന്ന് വേലയൊക്കെ പോകുന്നുണ്ട് പരിയാനംപറ്റക്കാവിലേക്ക്. അപ്പോൾ ആ കാഴ്ചകളും പിന്നെ ഇന്നലെ രാത്രി കാളവേല പോകും. അതായത് ഇണക്കാളുകളെ അലങ്കരിച്ചിട്ട് ഇങ്ങനെ ഒക്കെ പോകുന്ന ഒരു സംഭവം കണ്ടിട്ടില്ലേ നിങ്ങൾ? കാരണം ഇത് കണ്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയയിലും പൂരങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലേ? ചില സ്ഥലങ്ങളിൽ കുതിരയായിരിക്കും, ചില സ്ഥലങ്ങളിൽ കാളയായിരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് ഈ പൂരത്തിൻ്റെ രീതികളൊക്കെ മാറും. പൂരമാവില്ല, ആനപ്പൂരം ഒന്നും ഉണ്ടാവില്ല ചില നാടുകളിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇണക്കാളകളുടെ കാര്യം ചോദിച്ചത് കേട്ടോ. ഇണക്കാളകളെ നന്നായിട്ട് അലങ്കരിച്ചിട്ട് ഇങ്ങനെ വൈക്കോലിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇണക്കാളകൾ. അവർ നന്നായിട്ട് ഇങ്ങനെ LED ലൈറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് കൊട്ടും വാദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും, അമ്പലത്തിലേക്ക് പോവും. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ നിന്നുള്ള ഇണക്കാള അങ്ങനെ അവർ കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ ഏരിയയിൽ അതായത് 14 ദേശത്തിൻ്റെ അമ്മയാണ് ഈ തട്ടാത്തമ്മ പരിയാനംപറ്റമ്മ. അപ്പോൾ 14 ദേശക്കാരും കൂടെ ഗംഭീരമായിട്ട് പൂരം ആഘോഷിക്കുന്നത് പരിയാനംപറ്റ പൂരമാണ്. അപ്പോൾ നമുക്കത് വലിയ പൂരമാണ്. അപ്പോൾ ആ പൂര കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ. പിന്നെ യൂട്യൂബിൽ ചെറിയൊരു പ്രശ്നം ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ എന്തിനാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചോദിച്ചാൽ ചുമ്മാ ഷെയർ ചെയ്യുന്നെന്ന് മാത്രം. കാരണം യൂട്യൂബിൽ എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് വെറുതെ ഒരു നേരം പോക്കിനല്ലല്ലോ. അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ തന്നെയാണ്. മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് പൈസ കിട്ടും എന്നതറിയാലോ. എനിക്കൊരു തവണ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അത് 4-5 വർഷം മുൻപ്. പിന്നീട് ഇതേവരെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ള ടാർജറ്റ് തികയ്ക്കാൻ പറ്റിയിട്ടില്ല. ടാർജറ്റ് എന്ന് വെച്ചാൽ $100 തികയണം നമ്മുടെ അക്കൗണ്ടിൽ, എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. നമുക്കത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ, $100. അപ്പോൾ എല്ലാ മാസവും അങ്ങനെ പൈസ വാങ്ങിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വ്യൂസിൻ്റെ കഥ നിങ്ങൾക്കറിയാലോ. 5-6 ലക്ഷമൊക്കെ ഉണ്ടായിരുന്നത് കുറഞ്ഞ് ഇപ്പോൾ 1K പോലും തികയുന്നില്ല. അത് എൻ്റെ മാത്രം പ്രശ്നമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതങ്ങനല്ല. ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ അവർ പറഞ്ഞത് എല്ലാ യൂട്യൂബേഴ്സും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണിതെന്ന്. അതായത് 1 മില്യണൊക്കെ വ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 15Kയും 20Kയും ഒക്കെ ആയി ചുരുങ്ങുന്നു. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഡെയിലി വീഡിയോ ഇടുമ്പോഴും വ്യൂസ് കയറുന്നില്ല. അത് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതമാണ്. പക്ഷേ ചില സമയത്ത് അങ്ങ് കയറ്റും, ചില സമയത്ത് അങ്ങ് ഇറക്കും. ഇങ്ങനെയൊക്കെ യൂട്യൂബിനൊരു കളികളുണ്ടെന്നറിയാം. പക്ഷേ ഈ കളി കുറച്ച് തീക്കളിയായിപ്പോയി. കാരണം ഇപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത്, ലോ റേഞ്ച് ആണെങ്കിൽ അങ്ങനെ, ഹൈ റേഞ്ച് ആണെങ്കിൽ അങ്ങനെ, ഇപ്പം എങ്ങനെയാണോ നിൽക്കുന്നത്, ഈ ലോ റേഞ്ചിൽ നിന്ന് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നല്ല വ്യൂ എന്നെ പോലുള്ളവർക്കൊക്കെ 1K പോലും തികയുന്നില്ല. അപ്പോൾ ഈ ലെവലിൽ ഇതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോയാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിനോണ്ടൊന്നും എനിക്കൊരു കാര്യമുണ്ടാവും. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റൊക്കെ കുറയാണ്. ഈ കേട്ടത് സത്യമാണ്. കാരണം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എൻ്റെ വ്യൂ കൂടുന്നില്ല.
അതിങ്ങനെ കുറയുക ചെയ്യുന്നത്, അല്ലെങ്കിൽ 1K പോലും തികയുന്നില്ല. ആ ഒരു റേഞ്ചിൽ അങ്ങനെ നിൽക്കുകയാണ്. 5-6 ലക്ഷം വ്യൂസൊക്കെ ഉണ്ടായിരുന്നതാണ് എൻ്റെ വീഡിയോയ്ക്ക്. അപ്പോൾ അതൊരു പീരീഡായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ ഈ 1K പോലും തികയാതെ ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഇനി ഇതാണ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ വളരെ ഒരു ആശങ്കയിലാണ്. അത് കാരണം എനിക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ഏണിങ്സ് എനിക്കിതിൽ നിന്ന് കിട്ടും. എൻ്റെ ഒരുപാട് മോഹങ്ങളൊന്നുമില്ല പുറത്ത് പോയി ജോലി ചെയ്യാൻ. എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഇപ്പോൾ എനിക്ക് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അല്ലാത്ത രീതിയിലൊരു എമൗണ്ട്, ഒരു പേയ്മെൻറ്റ്, ചെറിയ രീതിയിലെങ്കിലും ഒരു ഏണിങ്സ് ആഗ്രഹിച്ചും കൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ. മരുന്നുകൾക്കും എൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ചെറിയ രീതിയിൽ അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും എമൗണ്ടാണ് മരുന്നുകൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ചെറിയ രീതിയിലെങ്കിലും എൻ്റെ വക ഒരു കോൺട്രിബ്യൂഷൻ, അത് മാത്രമായിരുന്നു യൂട്യൂബ് തുടങ്ങുന്നതുകൊണ്ട് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഇത് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നത് മാത്രമാണ് മിച്ചം. അപ്പോൾ ഇനി ഞാൻ തുടർന്ന് വീഡിയോസ് ഇടണോ ഇടണ്ടയോ എന്നൊക്കെയുള്ള ആശങ്കയിലാണിപ്പോൾ. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വ്യൂസ് കൂടി കിട്ടാതെ ഒരു നിവൃത്തിയില്ല. കൂടി കിട്ടാൻ സാധ്യത കുറവാണെന്ന് ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ട വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. അതെന്തോ ഇനി എന്ത് വേണമെന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതാണ് ഒരു യൂട്യൂബ് പ്രോബ്ലം. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, പക്ഷേ ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതല്ലേ, അതുപോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പതിയാനംപറ്റ പൂരത്തിൻ്റെ വീഡിയോ കണ്ടോളൂ. പ്രശ്നങ്ങൾ വന്നും പോയിരിക്കും, അത് സാരില്ല, അതിന് അതിൻ്റെ ഒഴിക്കും ഇടാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ.
എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കൂട്ടിയിട്ടൊന്നുമില്ല. ഇത് ഇന്നലെ രാത്രി ഇണക്കാളകളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ പൂരത്തിൻ്റെ തലേ ദിവസം രാത്രി ഒരു 11 മണിയാകുമ്പോൾ നമ്മുടെ അയ്യപ്പൻകാവിൻ്റെ അവിടെ നിന്ന് ഇണക്കാളകൾ പോകും. ഇങ്ങനെ 14 ദേശത്തുനിന്നും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാളകളുണ്ടാവും. ഇത് നമ്മുടെ അവിടെ നിന്ന് പോകുന്ന കാളകളാണ്. കണ്ണ് കനക്കുന്ന ചെവി കാട്ടുന്ന 2 കാളകൾ. ഇത് നമ്മുടെ അവിടുന്ന് അമ്പലത്തിലേക്ക് വേല പോകുന്നതാണ്. 4 ആനയോട് കൂടിയുള്ള ഒരു വേല.